ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ CITUവിന്റെ അനിശ്ചിതകാല സമരം ഒരാഴ്ച പിന്നിട്ടിട്ടും മുഖം തിരിച്ച് ഗതാഗത മന്ത്രി. പലയിടത്തും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സഹകരിക്കാത്തതിനാൽ ലൈസൻസ് ടെസ്റ്റ് നടത്തിപ്പ് പ്രതിസന്ധിയിലാണ്. അതേസമയം KSRTCയിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ അടുത്ത ആഴ്ച തുടങ്ങണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. ഈ മാസം 10-നാണ് CITUവിന്റെ അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ധർണ ആരംഭിച്ചത്. ടെസ്റ്റിംഗ് സ്ഥലത്ത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ അംഗീകൃത പരിശീലകനുണ്ടായിരിക്കണമെന്ന പുതിയ വ്യവസ്ഥ പിൻവലിക്കണമെന്നുള്ളതാണ് ആവശ്യം. എന്നാൽ ഒരാഴ്ച പിന്നിട്ടിട്ടും ഗതാഗത മന്ത്രി പ്രതിഷേധത്തോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് CITU. ശനിയാഴ്ച മുതൽ സമരം കടുപ്പിക്കാനാണ് തീരുമാനം. മന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനും ആലോചനയുണ്ട്. ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം ശനിയാഴ്ച കൈക്കൊള്ളും. പ്രതിഷേധത്തെ തുടർന്ന് പലയിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിപ്പ് പ്രതിസന്ധിയിലാണ്. സ്വന്തം വാഹനങ്ങളിൽ എത്തുന്നവരുടെ ടെസ്റ്റുകൾ മാത്രമാണ് നടക്കുന്നത്. ലേണേഴ്സ് പാസ്സായി റോഡ് ടെസ്റ്റിനു വേണ്ടി സ്ലോട്ട് കാത്തിരിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. അനിശ്ചിതത്വം തുടരുമ്പോഴും KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. പ്രാരംഭഘട്ടത്തിൽ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ബസ് സ്റ്റേഷന് സമീപമുള്ള ഗ്രൗണ്ടിലും ആനയറ ഗ്രൗണ്ടിലുമായിരിക്കും പരിശീലനം. ഇതിനായിട്ടുള്ള വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.